കൗൺസിലിന്റെ ഉത്തരവാദിത്തം ഒരു കൗൺസിലർമാർക്കും കഴിഞ്ഞ കാലങ്ങളിൽ മിനിസ്റ്റിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. കോപ്പി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കാലം പരിശോധിക്കണം. അതുപോലെ തന്നെ ഹരികുമാർ കഴിഞ്ഞ 5 വർഷം എനിക്ക് മെഡിസിൻ കോപ്പി കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടും അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കൗൺസിലിന്റെ അവകാശം ഞാൻ 5 വർഷം ചോദിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലിന്റെ കൈയടിച്ചിരുന്ന കാര്യമില്ല. ഒരു കൗൺസിലിന്റെ പരിശോധിക്കാം എന്ത് നടന്നു എന്ന് പറയുന്നത് മിനിസ്റ്റർ കോപ്പി ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേരി പുഷ്പത്തിന് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് ചോദിക്കുകയാണ്. എത്ര പ്രാവശ്യം ഇവിടെ ചോദിച്ചു? 5 വർഷവും മേരി പുഷ്പം ചോദിച്ചില്ലെന്ന് മേരി പുഷ്പം പറയട്ടെ. ഇല്ല എന്ന് മേരി പുഷ്പം പറയട്ടെ. അന്ന് കിട്ടിയില്ലല്ലോ. ആർക്കും കിട്ടിയില്ല. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. ഇനി ഷാജിദ നാസറിന് വെയിറ്റ് കൊടുക്കും. ഷാജിദ നാസർ ദീപകിന് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. സാർ എനിക്ക് പറയാനുള്ളത് സാറിനെ പോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഞങ്ങളും. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ. പറയണം. ഒരു കൗൺസിൽ തുടങ്ങുമ്പോൾ ഏതെങ്കിലും കുറെ അജണ്ട കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് പാസ്സാക്കി കൊണ്ട് പോകുന്നതല്ല ശരി. ബഹുമാന്യനായ മേയർക്ക് മിനിറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കൗൺസിൽ പീരീഡ് മേയർ പരിശോധിക്കുന്ന ഏതെങ്കിലും കൗൺസിലിൽ മേയർ ഇരുന്നിട്ടുണ്ടോ? മേയർ 3 കൗൺസിൽ വരുമ്പോ പോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം പാർലമെന്ററി പാർട്ടി കൂടുമല്ലോ. ഞാൻ പറഞ്ഞോട്ടെ ദീപക് പറയട്ടെ. ഇല്ല എന്ന് ദീപക് പറയട്ടെ. നമുക്ക് ദീപക്കിനല്ലേ ദീപക്കിന് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് ദീപക് പറയട്ടെ. സാർ ഞാൻ പറഞ്ഞോട്ടെ. അതിനിടയിൽ എന്തിനാണ് പരിശോധിക്കാം. സാർ ഞാൻ പറയട്ടെ. സാർ ഇവിടെ ഇപ്പൊ സപ്ലിമെന്ററി അജണ്ട പാസ്സാക്കി. സാർ ഒന്ന് മനസ്സിലാക്കണം. പാസ്സാക്കുമല്ലോ, നിങ്ങൾ പാസ്സാക്കുമല്ലോ, സ്വാഭാവികം. 24-25 ആനുകൂല്യങ്ങൾ പോലും നാളിതുവരെ കൊടുത്തിട്ടില്ല ഒരു ഗുണഭോക്താക്കൾക്കും. ജനപ്രതിനിധിയായി വന്നവർക്ക് ആകെ തന്നെ ഇപ്പൊ വലിയ പറയാം. LDF സർക്കാർ പ്ലാൻ ഫണ്ടിന്റെ അവസാന സർക്കാരിനെ പഴിചാരി പോകാൻ പറ്റില്ല സാർ. സാർ ഓർമ്മയുണ്ടല്ലോ ചെലവാക്കാത്തത്. സാധാരണക്കാരെ ജനങ്ങൾക്ക് കൊടുക്കാനല്ലേ അവര് നികുതി പണം തരുന്നത് സാർ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടില് കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോ ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ പറഞ്ഞു 24-25 കാലാവസ്ഥ ഈ നഗരസഭ ഭരിച്ചത് ആരാണ്? ഞങ്ങൾ കൊടുക്കേണ്ട ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞങ്ങൾ കൊടുക്കേണ്ട ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൊടുക്കണം. ഒരു വർഷമല്ല, കഴിഞ്ഞ 45 വർഷം ഭരിച്ചത് ഇവരാണ്. ഞങ്ങൾ ഭരിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. കിട്ടിയിട്ടുണ്ട് ആനുകൂല്യം. ഇതുപോലെ 8 മാസക്കാലം ഒന്നും നടക്കാത്ത നഗരസഭയായിട്ട് ഒന്നും വന്നിട്ടില്ല. നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ടില്ല. 24-25 നിങ്ങൾ കാലഘട്ടത്തിലാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്തിട്ട് 2 കൊടുത്തു. നിങ്ങൾ ചത്തപിള്ളേരെ ജാതകം നോക്കുന്ന പാർട്ടി. 1-ാം ഗഡു കൊടുത്ത് 25-26 2-ാം ഗഡു കൊടുക്കാനാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ല കൊടുക്കാൻ പറഞ്ഞത്. ആൾക്കാർ കൊടുക്കാനാണ് പറയുന്നത്. 2 അറിയിപ്പുകളുണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കണം. അജണ്ടയിൽ പറഞ്ഞ വിഷയങ്ങൾ കാര്യമായ ചർച്ച നടന്നു. ഈ അജണ്ട എല്ലാം പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കൂ. അതായത് 21-ാം തീയതി രാവിലെ 10 മണി മുതൽ കോർപ്പറേഷൻ അങ്കണത്തിൽ വെച്ച് കോർപ്പറേഷന്റെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാ കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജീവനക്കാരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും 21-ാം തീയതി രാവിലെ 10 മണി മുതൽ. അതോടൊപ്പം തന്നെ 22-ാം തീയതി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് സമീപമുള്ള സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നമ്മുടെ മുഴുവൻ ജീവനക്കാർക്കും അതുപോലെ മുഴുവൻ കൗൺസിലർമാർക്കും മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തി ഓണക്കോടിയും ഓണക്കിറ്റ് നൽകുകയാണ്. എല്ലാവരെയും രാവിലെ 8 മണിക്ക് അത് ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തൊഴിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി 8 മണിക്ക് ആരംഭിച്ച് 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുഴുവൻ കൗൺസിലർമാരും ജീവനക്കാരും അവിടെ എത്തി ഓണക്കോടി വാങ്ങണം.
സന്തോഷമായി നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ സാധിക്കും. ഓണക്കോടിയും ഓണക്കിറ്റും മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തി നൽകുകയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗം അവസാനിപ്പിച്ച് മേയർ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഷൈനു സമാധാനമല്ല അതെന്റെ രണ്ടെണ്ണല്ലോ ആഴ്ചയിലോ മോളോട്ടോ മോളോട്ടോ